എന്തിനാ ദിവ്യേട്ട വല്ല നോക്കോർത്ത് വിഷമിക്കുന്നത്? എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ടാണ് സംഭവിച്ചത്. എന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ, എന്റെ സ്വപ്നം സഫലമാക്കാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. എന്റെ പാട്ട് കേൾക്കാൻ ജനങ്ങൾ കൊതിക്കുന്ന ഒരു കാലമുണ്ടാകും പ്രഭേ. ഇപ്പോ ചേട്ടന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. സത്യമാണ്? സത്യം. ഞാൻ പാടും. എന്നാ ഞാൻ കേൾക്കും. ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെ സഹോദരന്മാർ നമ്മൾ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെ സഹോദരന്മാർ നമ്മൾ. മർദ്ദിതരല്ലേ, പീഡിതരല്ലേ, നാമെല്ലാം ഒരു വർഗം. മർദ്ദിതരല്ലേ, പീഡിതരല്ലേ, നാമെല്ലാം ഒരു വർഗം. എവിടെ അനീതി അവിടെ പൊരുതാൻ, എവിടെ അനീതി അവിടെ പൊരുതാൻ. അണിയായി മുന്നോട്ട്, അണിയായി മുന്നോട്ട്. ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി. മറുനാട്ടിൽ പോയി വിയർപ്പൊഴുക്കും മലനാട്ടിൻ പ്രിയമക്കൾ. മറുനാട്ടിൽ പോയി വിയർപ്പൊഴുക്കും മലനാട്ടിൻ പ്രിയമക്കൾ. സ്വർണം നേടി സുന്ദരമാക്കി സ്വരാജ്യമാകും സ്വർഗം. സ്വർണം നേടി സുന്ദരമാക്കി സ്വരാജ്യമാകും സ്വർഗം. ഇവിടെ അധർമ്മം തുടച്ചു നീക്കാൻ, ഇവിടെ അധർമ്മം തുടച്ചു നീക്കാൻ. അണയൂ മുന്നോട്ട്, അണയൂ മുന്നോട്ട്. ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. പടയാളി ഞാനൊരു മലയാളി. ഹായ് ചേച്ചി, എത്ര നാളെ ചേച്ചിയെ കണ്ടിട്ട്. ചേച്ചി കുറച്ച് നന്നായിട്ടുണ്ട്. ആ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ. ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ചലിക്കതടി. അപ്പോഴേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ. ഇല്ലെങ്കിലേ
വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ, ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തും ഒക്കെ പിന്നെയാവാം. നീ പോയി കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി. കുളിയും ജപവും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിനൽപ്പം കുഴഞ്ഞ കേസാ. ഏയ്, ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളൂ. ആള് പാവാ. പോട്ടെ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതമൊന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചങ്ങ് കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമമൊക്കെ ഉടൻ വരായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണുമണുപ്പൻ. ആണിന്റെ ഒരു ഗുണവുമില്ല. പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്. ഹോപ്പ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले, ओ दुनिया के रखवाले, 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 रखवाले. അപ്പോഴേ പാട്ടുകാരൻ ചേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി. ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഒന്ന് പോടി. ആ, വാതറന്നേ. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കുട്ടൻ വയറ്റിക്കിടന്ന് ഇൻകുലാബ് വിളിക്കും. അപ്പോഴേ കൊച്ചിൻ്റെച്ചോ, സാറും പ്രവചിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിള്ളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. തടിയങ്ങ് പോരട്ടെ. കഴിക്കു ചേട്ടാ. എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എടാ, ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? എന്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. സാറിന്റെ വീട് ഇതാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാം ഭാഗവതരുടെ കീഴിൽ സംഗീത അഭ്യസ്തവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരമോ അവസരമാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വരാം. വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേള ഇത് ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മാറി മോഷിച്ചുകൊണ്ടു പറ്റും സാർ. എന്താ? ആ ടവലൊന്നും എടുത്തരാമോ?
മനസ്സിലാകുന്നില്ല. എന്റെ ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞ് കാർ അപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്താ രവിയേട്ട ഇങ്ങനെ? അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. ഏയ് എന്താ ഇന്നിതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ. അത് കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്നത്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. പറയൂ രവിയേട്ടാ, എന്താണ് കുഴപ്പം? എന്നോട് ഇപ്പൊ പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. നിന്നോട് ഒന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവിയേട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം. പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല, എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവിയേട്ടൻ അറിയാമല്ലോ. പറയൂ. ഞാൻ പറയാം, പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയൂ രവിയേട്ടാ, പറയൂ രവിയേട്ടാ. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി ബാത്റൂം പ്രഭ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രവിക്ക് കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ? എനിക്കറിയില്ല അമ്മന. ബാബുമോന് അച്ഛനെ കാണണമെന്ന് പറയാറില്ലേ? ഇല്ല, അയാളെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ പേടിച്ച് അവനിപ്പോൾ അക്കാര്യം ചോദിക്കാറേ ഇല്ല. പ്രഭേ, ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഞാനാണ്. പക്ഷേ അവനെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷേ ആഗ്രഹിച്ചൊന്നുമല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്റെ ഒരു അമ്മാവന്റെ മകനുണ്ട്, നടരാജൻ. ചെറുപ്പത്തിലെ നാടുവിട്ട അവൻ ഈടെ തിരിച്ചെത്തി. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തത്. കിട്ടിയത് ഇവിടെയും. അയാൾ നിന്നെ എന്തിനു ശല്യപ്പെടുത്തുന്നു? എനിക്കറിയില്ല. അയാൾക്ക് എന്നെ വേണം. എനിക്ക് അയാളെ പേടിയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ, സാഡിസ്റ്റ്. ചെറുപ്പത്തിൽ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ ഹോബി. ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാക്ഷസൻ.
അയാളെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പടച്ചവനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങളെ ഒന്നാക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇന്നും ഭീമാപ്പള്ളി ബീവിയോട് ദുആ ചെയ്യാറുണ്ട്.